പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇരിക്കുക. പ്രിയമുള്ളവരെ, കൃപാസനം ഇന്നലെ മുതൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരുണ്യത്താൽ നമ്മുടെ ഉടമ്പടി ശുശ്രൂഷകളും ഉടമ്പടി പുതുക്കുന്ന ശുശ്രൂഷകളും മുൻകൂർ രജിസ്ട്രേഷൻ അനുസരിച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് ഉടമ്പടി പുതുക്കിയവർക്ക് ഈ മാസമോ കഴിഞ്ഞ മാസമോ ഉടമ്പടി പുതുക്കിയവർക്ക് രജിസ്റ്റർ ചെയ്താൽ അച്ഛനുമായി പ്രാർത്ഥനാ സന്ദേശ കൗൺസിലിംഗ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ മാനേജറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട രേഖകളുമായി സമീപിച്ചാൽ മതിയാകും. ബന്ധപ്പെട്ട രേഖകളെന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ കാർഡ് അല്ലെങ്കിൽ RT-PCR രേഖകൾ. വാക്സിനേഷൻ മീൻസ് 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞതാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. RT-PCR 72 മണിക്കൂർ കഴിഞ്ഞതായിരിക്കണം. ഇവിടെ ഇപ്പോഴും ശുശ്രൂഷകളുടെ രീതികൾ രാവിലെ 9 മണിക്ക് ശുശ്രൂഷകൾ ഉടമ്പടി ആരംഭിക്കും, ഉടമ്പടി ക്ലാസ് ആരംഭിക്കും, പിന്നെ ഉടമ്പടി കൗൺസിലിങ്, അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ രാവിലെ 10 മുതൽ പ്രാർത്ഥന കൗൺസിലിംഗ് ആരംഭിക്കും. അന്നന്ന് വരുന്നവർക്കല്ല, രജിസ്ട്രേഷൻ നേരത്തെ ചെയ്തിട്ടുള്ളവർക്ക് കൃപാസനത്തിൽ ഫോൺ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നും രജിസ്റ്റർ ചെയ്ത് പോണവരുണ്ട്, അത്യാവശ്യക്കാർ. അത് പ്രാർത്ഥന കൗൺസിലിംഗാണ്, അച്ഛനുമായിട്ടുള്ള പ്രാർത്ഥന കൗൺസിലിംഗാണ്. അത് 10 ആരംഭിക്കും. അച്ഛൻ ഇവിടെയുള്ള ദിവസം, അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം. ഇല്ലാത്ത ദിവസം വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, ഡിക്കാശൊക്കെ പോകും. അതുകൊണ്ടാണ് വിളിച്ച് ചോദിക്കുമ്പോൾ രജിസ്ട്രേഷൻ ടൈം പറഞ്ഞു തരും. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും തന്നെ ഗുരുതരമായ രോഗത്തിലിരിക്കുന്നവർക്ക് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ എല്ലാ ദിവസവും 12 മണിക്ക് പ്രധാനപ്പെട്ട അൾത്താരയിലെ രോഗസൗഖ്യ കയ്യൊപ്പ് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും 12 മണിക്കും വൈകുന്നേരം 4 മണിക്കുമാണ്. അപ്പം അതൊക്കെ മുമ്പ് രോഗികളുമായി വരുന്നവരെ ആത്മശക്തീകരണത്തിന് വേണ്ടി ഉടമ്പടി പ്രാർത്ഥന കൂടി ഉടമ്പടി എടുത്ത് അതിൻ്റെ രേഖകൾ സൂക്ഷിച്ച് വെക്കണം. കാര്യം നമ്മുടെ ഒരു മാജിക് അല്ല ആരും പ്രതീക്ഷിക്കരുത്. കാര്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ ദൈവം തീർച്ചയായിട്ടും സന്ധിക്കും. ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട, സൗഖ്യം മാത്രം വഴിയെന്ന് പറഞ്ഞ് വഴിപോക്കരായിട്ട് വരുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഒത്തിരി പേര് വഴിയെ പോകുന്ന സ്ഥലത്ത് കൃപാസനത്തിൽ കയറാറുണ്ട്. ഞങ്ങൾ അവരെ ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് സമയമില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കൂടി അതിൻ്റെ നിഷ്ഠകൾ പാലിച്ച് അതിൻ്റെ കൗതാശിക ജീവിതത്തിൽ ശക്തിപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ശക്തിപ്പെട്ട് ദൈവവിശ്വാസത്തിൻ്റെ പ്രകടമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ ചൈതന്യത്തെ വളരാൻ വേണ്ടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പ്രയോജനപ്പെടുത്തുന്ന അനേകായിരങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ ചുമ്മാ വഴിയെ വന്ന ആൾക്കാർ എൻ്റർടൈൻ ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ സംവിധാന കൃപാസനത്തിൻ്റെ രീതി അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ അതേസമയം തന്നെ ഗുരുതരമായ രോഗികൾ തീർച്ചയായിട്ടും കർത്താവ് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ 12 മണിക്കും വൈകുന്നേരം 4 മണിക്കും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കയ്യൊപ്പ് പ്രാർത്ഥനകൾ വെച്ചിരിക്കുന്നത്. അപ്പം 4 മണിക്ക് ഓടി വരരുത്. അങ്ങനെയുള്ളവർ നേരത്തെ വന്ന് ഓഫീസുമായി ബന്ധപ്പെട്ട് ചീട്ട് വാങ്ങിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ ഹാജരാകേണ്ടതാണ്. അപ്പം 4 മണിക്കുള്ളവർ 2 മണിക്കെങ്കിലും ഇവിടെ എത്തിയാൽ മാത്രമേ പ്രാർത്ഥനയിൽ വരുമ്പോൾ അവർക്ക് ഉടമ്പടി എടുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് 12 മണിക്കുള്ള പൊതു പ്രാർത്ഥന, രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയിൽ കയ്യൊപ്പ് പ്രാർത്ഥന പങ്കെടുക്കുന്നവർ ഒരു 10 മണിക്കെങ്കിലും വന്ന് ഉടമ്പടിയിൽ എടുത്ത് ഇവിടെ അതിൻ്റെ ആവശ്യമായ രേഖകളോടുകൂടി നിൽക്കേണ്ടതാണ്.
അതായത് നമ്മുടെ ഇന്ന് വരെയുള്ള അനുഭവങ്ങളിൽ, അതായത് ഈ ലോക്ക്ഡൗണിൻ്റെ 1.5 കൊല്ലം എങ്ങനെയാണ് ചെലവഴിച്ചത്? ഞങ്ങൾ ഈ ആൾത്താറ അടച്ചിട്ടിട്ടില്ല. ഏതാണ്ട് ഇന്നലെ കണക്ക് നോക്കിയപ്പോൾ 2.5 ലക്ഷം രൂപയോളം ചിലവുണ്ടായിട്ടുണ്ട്. അതെങ്ങനെ? ഒരു മാസം 2.5 ലക്ഷം രൂപ വെച്ച് 18 മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ സ്ഥിരം ഉണ്ടായിരുന്ന ശുശ്രൂഷകരുടെ സ്റ്റൈഫൻ്റായിട്ടും ആൾത്താര ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു 60 ലക്ഷത്തോളം രൂപ. ഈ 60-നും 75-നും ഇടയ്ക്ക് ലക്ഷം രൂപ ചിലവഴിച്ചിരിക്കുന്നത് എന്തിനാണ്? ആരോടും ന്യായ പൈസ ചോദിക്കുകയോ, ഒരു സ്വസ്ത്രക്കാഴ്ചക്കിടമില്ലെങ്കിലും ഒരു മനുഷ്യനോട് പോലും ന്യായ പൈസ ചോദിക്കാതെ ആണ് ശുശ്രൂഷ ചെയ്തിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അത് ജീവിക്കുന്ന ഈ അൾത്താറയിൽ എന്ത് ചെയ്താലും ദൈവം അനുഗ്രഹിക്കുമായിരുന്നു. ഈ ഗൂഗിൾ മീറ്റിലൂടെ അനുഗ്രഹിച്ചു, അന്നത്തെ അപ്പത്തിലൂടെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഉടമ്പടി നൊവേന നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ. ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള വീട്ടിലൊരു ദൈവസക്രാരി, അങ്ങനെ ഓരോരോ വ്യത്യസ്തങ്ങളായ ദൈവശുശ്രൂഷകൾ നടന്നതാണ്. ആ ശുശ്രൂഷകളെല്ലാം പുറത്തുനിന്നും കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രഗത്ഭരായ അഭിഷിക്തരെ ഇവിടെ ഈ ലോക്ക്ഡൗണിൽ വിളിച്ച് വരുത്തിയിട്ട് തന്നെയാണ് ഇവിടെ ശുശ്രൂഷ നടന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും, അതുകൊണ്ട് തന്നെ കൃപാസനത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ തന്നെ 1,25,000 ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ ഉയർന്ന്, ഒരു ശുശ്രൂഷയുമില്ലാതെ ഓൺലൈൻ ശുശ്രൂഷ മാത്രമുള്ള സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലോക്ക്ഡൗൺ ഒരു കാരണവശാലും നമ്മുടെ ശുശ്രൂഷകളെ ബാധിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരു കാരണവശാലും ദൈവത്തെ ഞങ്ങൾക്ക് ഇത്രയും ചിലവ് വരുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ശുശ്രൂഷയുടെ ദീപനാളം ഞങ്ങൾ പൊലിച്ചു കളഞ്ഞിട്ടുമില്ല. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ സത്യസന്ധതായിട്ട് ശുശ്രൂഷ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ജനങ്ങൾക്ക് ഇത്രയും സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്തൊരു വലിയ സാക്ഷ്യങ്ങളാണ്. ഇന്നലെ ഇവിടെ പറഞ്ഞ സാക്ഷ്യം ഭയങ്കര രസകരമായ സാക്ഷ്യമാണ്. അവിടെ അസ്ഥി ഒടിഞ്ഞു പോയി, 2 വിട്ടുപോയി. അപ്പോൾ തളർന്നു പോയി, അതിനെ ഓപ്പറേഷൻ ചെയ്താലും ശരിയാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴേ ഞാൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഇത് സാരമില്ല ചേച്ചി, അത് ഉടമ്പടി തേരം തേച്ച് വിശ്വാസപ്രമാണം ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു, ചികിത്സ കഴിഞ്ഞു. അവരെന്താ ചെയ്യണത്? അവർ ഉടമ്പടി തേരം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ അവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കൂടാത്ത അസ്ഥികളെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ദൈവം അങ്ങ് കൂട്ടിക്കൊടുത്തു. ഇത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ സാക്ഷ്യം കേൾക്കാം യൂട്യൂബിൽ. കാര്യം ദൈവം അത്ര വലിയ, അവർക്കാണെങ്കിൽ അത് നടക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും നടക്കാത്തതില്ല. ഞങ്ങളെപ്പോഴും ഉടമ്പടിയിലൂടെ ചെയ്യണത് എന്താ? നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അങ്ങ് ഉടമ്പടി ചെയ്യിച്ച് രണ്ടേയും തുല്യ പാർട്ട്നേഴ്സായിട്ടൊക്കെ മാറ്റുകയാണ്. ഈ ഉടമ്പടിയിലെ തുല്യ പങ്കാളികളാണ് ആരാണ്? ഒന്ന് ദൈവവും ഒന്ന് നിങ്ങളുമാണ്. ഇതിൻ്റെ മധ്യസ്ഥ ആരാണ്? അമ്മമാതാവാണ് മധ്യസ്ഥ. കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടിയുടെ മധ്യസ്ഥ യേശുവിന് ഒരു കാലത്തും തള്ളി മാറ്റാൻ പറ്റാത്ത, അവഗണിക്കാൻ പറ്റാത്ത രക്ഷാകര ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായ രക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എപ്പോഴും എത്രയോ ധ്യാന കേന്ദ്രങ്ങളുണ്ട് അമ്മ മാതാവിൻ്റെ പേരിൽ. പക്ഷെ അവർ കർത്താവിൻ്റെ, അതായത് ബിബ്ലിക്കൽ സെൻറ്റേഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യണത്. നമ്മൾ കൃപാസനത്തിൽ ചെയ്യണത് എന്താണ്? മരിയ സ്പിരിച്വാലിറ്റി മാത്രമേ പറയത്തുള്ളൂ. കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാരിസം അതാണ്, മരിയ സ്പിരിച്വാലിറ്റി, അമ്മയിലൂടെ ഈശോയിലേക്ക്. ഞങ്ങൾ അമ്മയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മയെ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മയെ സ്പിരിച്വാലിറ്റി ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മരിയ സ്പിരിച്വാലിറ്റിയാണ് ബ്രാൻഡ് ചെയ്യണം. അമ്മയുടെ പേര് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ശുശ്രൂഷ നടത്തുകയല്ല. അമ്മയുടെ പേര് പറഞ്ഞിട്ട് അമ്മയുടെ ആധ്യാത്മികതയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് മനുഷ്യരുടെ ജീവിതത്തിലെ നിർവചിക്കപ്പെടുന്നു. മനുഷ്യരുടെ ജീവിതത്തിലെ യേശുവിനെ കണ്ടെത്താനും യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനും മരിയൻ മെത്തേഡുകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അമ്മമാതാവിൻ്റെ തനിപ്പകർപ്പായി ജീവിക്കുകയും അമ്മമാതാവിൻ്റെ തനിപ്പകർപ്പായി യേശുവിനെ ലോകത്തിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മരിയൻ ശുശ്രൂഷ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലങ്ങളിൽ അമ്മയുടെ നീല മേലങ്കിയാൽ
ദൈവം നമ്മുടെ ശുശ്രൂഷകളെ സംരക്ഷിച്ചത്. ആ ശുശ്രൂഷയെ ആകർഷിച്ച് ആശ്രയിച്ചും ജീവിക്കുന്ന മനുഷ്യരെ ദൈവം സന്ധിച്ചത്. ഞാൻ ഇന്നലെ ഒരു ചേട്ടായിയെ കണ്ടു. ചേട്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ കാലങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, ക്ലേശത്തിൻ്റെ ഈ കാലത്തിലൂടെ കടന്നു പോയപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, അച്ഛാ കടമാണച്ചാ, ഒരു നിക്കക്കള്ളിയും ഇല്ലെന്ന് പറഞ്ഞു. കടമാണച്ചാ. അപ്പം ഞാൻ 4 മണി കഴിഞ്ഞ് ആൾക്കാരുടെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാരെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കാര്യം ആർക്കെങ്കിലും ചീട്ട് കിട്ടാത്തവരുണ്ടോ, അപ്പോഴങ്ങനെയുള്ളവർ സങ്കടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ കടമുള്ള ആളെ കണ്ടത്. അപ്പം ഒരു നിക്കക്കള്ളിയില്ല അച്ഛാന്ന് പറഞ്ഞു. ഒരു നിക്കക്കള്ളിയില്ല എന്ന് അയാൾ പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇനി കടം മേടിക്കാൻ സ്ഥലമില്ല, വീടില്ല, ആളില്ല. അപ്പം ഇങ്ങനെ ഒരു ജീവിതാവസ്ഥയാണ്. അപ്പോൾ ഈ ജീവിതാവസ്ഥയിൽ ആരോട് ചോദിക്കും? അങ്ങനെ ചോദിക്കാൻ ആളില്ല. ചോദിക്കേണ്ട ആൾക്കാരൊക്കെ ചോദിച്ചും പറഞ്ഞും കൈമലർത്തിയും ഒക്കെ കഴിഞ്ഞു. അപ്പോഴെൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നിക്കക്കളി ഇല്ലെങ്കിൽ അതിനൊരു പ്രത്യേക വചനം ഉണ്ടെന്ന് പറഞ്ഞ്, നിക്കക്കളിയില്ലാത്തവർക്ക് പറയാനുള്ള വചനം. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കർത്താവ് ആ സെക്കൻഡിൽ തരുന്നൊരു വചനമില്ലേ, നിക്കക്കളിയില്ലെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ കർത്താവ് ഒരു വചനം തരും. അതെന്ത് കാര്യം പറഞ്ഞാലും, നിങ്ങളെന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ കറസ്പോണ്ടിങ് വചനം ഉടനെ പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വചനം, ഇങ്ങനെ നിക്കക്കളിയില്ലാത്ത ഒരാളുണ്ടായിരുന്നു. ആരാണത്? യാക്കോബ്. അദ്ദേഹത്തിന് ഇങ്ങനെ അരക്കെട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തുട അകന്നു പോയ സമയത്ത് അയാൾ വീഴാൻ പോയി. യാക്കോബിന് നിക്കക്കളിയില്ലാണ്ടായി. അപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ്റെ വായിൽ ഒരു വചനം വന്ന് എന്താ പറഞ്ഞത്? അതാണ് പിന്നീട് ദൈവവചനമായി മാറണത്. എന്താണ്? എന്നെ അനുഗ്രഹിക്കാതെ നീ പോകരുത്. അതായത് ഞാൻ നിന്നെ വിടത്തില്ലെന്നാണ് പറയണത്. എന്നെ അനുഗ്രഹിക്കാതെ. എലി വെട്ടിപ്പോയി സ്വന്തം കാലം നിൽക്കാൻ പറ്റാത്ത സമയത്ത് വീണ് പോകാൻ നേരത്ത് പറയണ വാക്കാണ്. എന്താണ്? എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. വിടത്തില്ല എന്ന് വെച്ചാൽ പിടിച്ചിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അതായത് നമുക്ക് നിക്കക്കളിയില്ലാത്ത സമയത്ത് ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 32 വചനങ്ങളാണ്. 32-ാം അധ്യായത്തിൽ നമ്മൾ 27 മുതലുള്ള വചനങ്ങളിൽ എന്നെ 29 വചനങ്ങൾ, അതായത് അവൻ പറഞ്ഞു നേരം വൈകുന്നു, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ കൈകളിൽ ആണ് യാക്കോബ് പിടിച്ചിരിക്കണമെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യാക്കോബിൻ്റെ അടുത്ത വചനം പറയുന്നത് എന്താണ്? ദൈവത്തെ ഞാൻ എങ്ങനെ കണ്ടുവെന്ന്. അതായത് ദൈവത്തിൻ്റെ കൈകളിലാണ്. അപ്പം വിശ്വാസത്തോടു കൂടി ഈ മനുഷ്യൻ പിടിക്കുക. ഉടമ്പടിയുടെ ഒരു വിഷയം എന്ന് പറയണത്, ഇപ്പം ചിലർ ആത്മാർത്ഥമായിട്ട് കയറി ഉടമ്പടിയിൽ വിശ്വസിക്കും. ചിലരെങ്ങനെ വിചാരിക്കും, ഒക്കുമായിരിക്കും അല്ലേ, ചിലപ്പോൾ താമസിക്കുമായിരിക്കും അല്ലേ, ഇങ്ങനെ ആദ്യം കൊണ്ട് കയറി പിടിച്ചില്ല എന്ന് പറഞ്ഞ് പിടിക്കും. അങ്ങനെയല്ല, യാക്കോബിൻ്റെ പിടുത്തം പിടിക്കണം, വിടത്തില്ല എന്ന് പറഞ്ഞ് പിടിക്കണം. എന്നെ അനുഗ്രഹിക്കുക. ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുസ്വസ്ഥം. പ്രാർത്ഥിക്കുന്നു. കർത്താവേ എന്നെ അനുഗ്രഹിക്കാതെ കർത്താവേ ഞങ്ങൾ വിടില്ലെന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് പാടാം. So
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 32:26 എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടത്തില്ല എന്ന് പറയുന്നത്. ഇത് ആത്മീയ ഭാഷയിൽ ഇതിന് ശരണമെന്ന് പറയും. അതായത് നമ്മൾ ട്രസ്റ്റാണ്, എന്നാൽ നമുക്ക് വേറെ ഒരു വഴിയുമില്ല, അഥവാ എല്ലാ വഴികളും ഞാൻ ഉപേക്ഷിക്കുന്നു, എല്ലാ വഴികളും ഞാൻ നിന്നിൽ മാത്രം ശരണപ്പെടുന്നു. കാരണം ഓരോ പ്രാർത്ഥനയും എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണമെന്ന് ചോദിച്ചാൽ അതിൽ പ്രാർത്ഥന കേൾക്കുന്ന കണ്ടൻറ്റുകൾ കാണും. ഓരോ പ്രാർത്ഥനയും ആക്ടിവേറ്റ് ആകണത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകാതിരിക്കാൻ കാരണം പ്രാർത്ഥന ദൈവം കേൾക്കുന്ന കണ്ടൻറ്റുകളെ. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ ഈ ശരീരം നന്നാകാനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ടാകണം. അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റാണ് കോശങ്ങൾ ആഗിരണം ചെയ്യണത്. ഇതുപോലെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ദൈവം കേൾക്കണ കണ്ടൻറ്റുകൾ ആ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. എല്ലാ പ്രാർത്ഥനയിലും ചിലപ്പോൾ കണ്ടൻറ്റ് ഉണ്ടായില്ലെന്ന് വരും. 3 കണ്ടൻറ്റ് 4 കണ്ടൻറ്റാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന കേൾക്കുന്നത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതുപോലെ തന്നെ സമർപ്പണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കണ്ടൻറ്റുകളോടുകൂടിയ പ്രാർത്ഥന പറയുക. ഈ ഉൽപ്പത്തി 32:26 എഴുതിയിരിക്കുന്നത്, അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. താഴേക്ക് വരുമ്പോൾ 30 വരുമ്പോൾ, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അപ്പോൾ ദൈവത്തെയാണ് കണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ പിടിക്കുന്നത്. അല്ലാതെ രാത്രി ഇരുട്ടത്ത് ഒരു രാക്ഷസൻ കയറി പിടിച്ചെന്നല്ല പറയണത്. കാര്യം യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അയാളതൊരു രാക്ഷസനാണ്, എല്ലാ തരത്തിലും വില്ലനായ മനുഷ്യനാണ്. ലാബാനെ ഒതുക്കിയിട്ടാണ് അയാൾ ഇങ്ങോട്ട് വരണത്. യേശാവിനെ ഒതുക്കിയിട്ടാണ് ഇയാൾ ഇവിടുന്ന് പോയത്. ഒതുക്കണ കാര്യത്തിൽ ഇയാളെ വെട്ടാൻ ആളില്ല. അപ്പം അയാളെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അയാളെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല. അപ്പം തീർച്ചയായിട്ടും മക്കളെ, എന്നെ ശ്രവിക്കുന്ന ദൈവവേദന ശ്രദ്ധിക്കേണ്ട ഇതാണ്: നീ വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, ഭംഗിയായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, പരമാവധി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ദൈവമേന്നും പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തിയും വിനയമായിട്ട് ദൈവത്തെ ജീവിക്കണം നിനക്ക്. ചില ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ മാത്രം IELTS സ്കോറാകാഞ്ഞെന്ന് ചോദിക്കും. ദൈവവിശ്വാസം ഇല്ലാത്തവരുടേത് അവർ കയറിപ്പോയില്ല കാനഡയിലേക്ക്, എൻ്റെ മാത്രം എന്താണ് IELTS. അപ്പോൾ എപ്പോഴും നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾക്ക് ദൈവമേന്നും പറഞ്ഞ് ജീവിക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഈടറിവ് സംഭവിച്ചാൽ ദൈവത്തിലെ നീ ഇൻ്റലിജൻ്റ് ആകണം. എന്താണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി? എപ്പോഴും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ബുദ്ധിയാണ്. എന്താ കാര്യം? നമ്മൾ പരമാവധി വിശുദ്ധിയോടെ, ഇപ്പോൾ കുമ്പസാരം, ഇപ്പോൾ കൃപാസനത്തിലാണെങ്കിൽ ഇപ്പോൾ കോവിഡ് കുമ്പസാരം കൂടി സ്ഥാപിച്ചിരിക്കുക. അതായത് എത്ര അകലം വേണമെങ്കിലും കൺഫസ് ചെയ്യുന്ന ആ പീസ് നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കുമ്പസാരക്കാരേക്കത് മാറ്റാം, കുമ്പസാരക്കാരന് വേണ്ടി നിങ്ങളുടേക്കത് മാറ്റാം. ഒരു 4 അടി വരെ മാറ്റി 3 അടി വരെ മാറ്റാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് കുമ്പസാരിക്കാം. കോവിഡ് കുമ്പസാരക്കൂടി ഞാൻ പറയണത്, അഫീന്ന പിതാവ് ജെയിംസ് സാനാപർബൽ പിതാവാണ് കുമ്പസാരക്കൂടി വെഞ്ചരിച്ചത്. കാര്യം ഷേക്ക് ചെയ്യാവുന്ന ഈ മനുഷ്യൻ്റെ കുമ്പസാരത്തിൻ്റെ മൗത്ത് പീസ് ഇഷ്ടമുള്ള പോലെ അകലെ വെക്കാൻ പറ്റും. എന്നിട്ട് കുമ്പസാരിക്കണ ആളെ കാണാത്ത ഇരിക്കുകയും ചെയ്യും. പ്രൈവസിയുള്ള ഒരു പുതിയ കുമ്പസാരക്കൂടെ. ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ, ഇനി കുമ്പസാരം നമുക്ക് സേഫായിട്ടുള്ള ഒരു കൺഫെഷനായിട്ടാണ് ഇപ്പോഴേ പുതുതായിട്ട് നമ്മളിതിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഇതുപോലെ കുമ്പസാരം, ഞാൻ അൾത്താരയിലൊക്കെ വെച്ച് ദിവസം കുമ്പസാരം കൊടുത്തു. കുമ്പസാര കുർബാനയും കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും, അച്ഛാ കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറയും. അപ്പം ഞാൻ ആ കുർബാനയെ പിടിച്ചുകൊണ്ട് നിന്നുണ്ട് കുർബാന അൾത്താര വെച്ചും ചെന്ന് അവരെ കുമ്പസാരിപ്പിച്ചിട്ട് കുർബാന കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം? അവരുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും അവർക്ക് കർത്താവിനെ സ്വീകരിക്കാൻ കൊതിയാണ്. പക്ഷേ കുമ്പസാരിച്ചിട്ടില്ല
എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ മാർഗം? പിന്നെ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അവർക്ക് കുമ്പസാരം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ 5-8 പേർക്ക് ഈ ദിവസങ്ങൾ പല ദിവസങ്ങളായിട്ട് കുമ്പസാരം കൊടുത്ത് കുർബാനയുടെ സമയത്ത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ ഇങ്ങനെയൊക്കെ വൃത്തിയും മെനയുമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചോ, എന്നിട്ട് നമ്മൾക്ക് രോഗം വന്നാൽ അപ്പോൾ നിങ്ങൾ യാക്കോബിനെപ്പോലെ തിരിച്ചറിയണം. ഞാൻ വിശുദ്ധിയോടെയും ദൈവതിരുസന്നിധിയിൽ വിശ്വാസത്തോടെയും കൂടി ജീവിച്ചിട്ട് എനിക്ക് ഒരു മൽപ്പിടുത്തം വന്നാൽ ദൈവവേദലെ പരിശുദ്ധാത്മാവിൽ നീ അത് തിരിച്ചറിയണം. എന്താണ് കാര്യം? ദൈവമല്ലാതെ ആരും നിന്നെ മൽപ്പിടുത്തത്തിന് വരത്തില്ലെന്ന്. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അങ്ങേ മുഖാമുഖം കാണാൻ, കർത്താവേ അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കാൻ, കർത്താവേ അങ്ങനെ അനുഗ്രഹിക്കാതെ ഞാൻ കടന്നു പോകുന്നില്ല ഈശോയെ. കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണമേ. കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണമേ. ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഈശോയെ സ്പർശിക്കണമേ. കർത്താവേ വിശുദ്ധ കുമ്പസാരത്തിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. തിരുസഭയെ ആശീർവദിക്കണമേ. കർത്താവേ തുറക്കപ്പെടാത്ത അനേക ദേവാലയങ്ങൾക്ക് ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണ മാതാവേ മധ്യസ്ഥയാകണമേ. എനിക്ക് ആ പാസേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ യാക്കോബിൻ്റെ തിരിച്ചറിവാണ്. 32:30 തിരിച്ചറിവ് എന്താണ്? ദൈവത്തെ ഞാൻ മുഖാഭിമുഖം കണ്ടല്ലോ എന്ന്. കാരണം എന്താണ്? താൻ വിശ്വാസത്തോടെ ജീവിച്ചൊരു മനുഷ്യനാണ്. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ അദ്ദേഹം പലതരത്തിലുള്ള കാപട്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് കർത്താവ് അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ജനതകളുടെ പിതാവായിട്ട് ദൈവം അവനെ അവരോധിക്കുമ്പോൾ തന്നെ അവൻ്റെ തിന്മകളെ ഈശോ വന്ന കാലത്ത് പോലും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നാഥാനിയേലിനെ കാണുമ്പോൾ കർത്താവ് പറയും, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല എന്നാണ്. അപ്പോൾ യാക്കോബിനെ ഇസ്രയേൽ എന്ന് ദൈവം വിളിച്ചെങ്കിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇസ്രയേൽ എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം ആ നാഥാനിയേലിനെ കണ്ടപ്പോൾ, പരമാർത്ഥതയുള്ള വിഷയം കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 3:27, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവന് യാതൊരു കാപട്യവുമില്ല. യാക്കോബിന് കാപട്യം ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. യാക്കോബ് കാപട്യത്തിലാണ് എല്ലാം തുടങ്ങണത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാക്കോബും ഏശാവും തമ്മിൽ ചട്ടനും അനുജനും. ഇപ്പോൾ ഫസ്റ്റ് ബോൺ എന്ന രീതിയിൽ കടിഞ്ഞൂൺ അവകാശം, അതിൻ്റെ ആനുകൂല്യം ആർക്കാണ് കിട്ടണത്? ഏശാവിനാണ്. ഏശാവിൻ്റെ ഈ അനുഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടി യാക്കോബ് അമ്മയെ സോപ്പിടും. അമ്മയെ സോപ്പിട്ടിട്ട് ചേട്ടൻ്റെ ഓഹരി അടിച്ചു മാറ്റണ ഒരു അനുജൻ്റെ തന്ത്രങ്ങൾ എക്കാലങ്ങളിലും കുടുംബങ്ങളിലുള്ളതാണ്. ചില ചേട്ടന്മാരിങ്ങനെ ഗോപി വരച്ചുകൊണ്ട് കണ്ണീരോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം കണ്ടിട്ടില്ലേ? അതെന്താണ്? യാക്കോബിനെ പോലെയുള്ള കുതന്ത്രക്കാർ വീട്ടിലുള്ളത് കൊണ്ടാണ് അമ്മനെ അപ്പനെയൊക്കെ സ്വാപ്പിട്ടിട്ട് ചേട്ടൻ്റെ ഓഹരി അടിച്ചു മാറ്റും. അത് പുതിയ യശാവിൻ്റെ കാലത്തെ കാര്യമല്ല, ഇപ്പോഴും നടക്കുന്ന കാര്യമാണത്. പക്ഷേ എപ്പോഴും എൻ്റെ മക്കളെ, കഴിഞ്ഞ കൊല്ലമേ ഒരു സാറ് എൻ്റെ കൂടെ പണ്ട് ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കോളേജിൽ പ്രൊഫസറാണ്. ഈ പ്രൊഫസർ വേറൊരു കോളേജിൽ, ആലപ്പുഴ ഒരു സെൻറ്റ് ജോസഫ് കോളേജിൽ പ്രൊഫസർമാരുടെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോഴേ ഈ അടുത്ത കാലത്തല്ല, ഒരു 2-3-4-5 കൊല്ലം മുമ്പ്. അപ്പോഴീ ധ്യാനത്തിൽ ചെന്ന് ഈ സാറ് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിൽ ചെയ്ത ബ്രദർ പറഞ്ഞു, സാറിന് അപ്പനോട് അനുരഞ്ജനപ്പെടാൻ കഴിയണില്ല. അതാണ് ആധ്യാത്മികമായി വളരാത്തതും ആധ്യാത്മികമായി മൽപ്പിടുത്തമുള്ളതും. ദൈവത്തോട് മൽപ്പിടിക്കുന്നവരുണ്ടേ, അവരെ എളി ഉളുക്കുമ്പോൾ മാത്രമേ ദൈവത്തെ തിരിച്ചറിയത്തുള്ളൂ. ആ സാറിൻ്റെ മകൻ്റെ പേര് കണ്ണൻ എന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഇടവക്കാരനായിരുന്നു പണ്ട്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, എങ്ങനെയാണ് ഹൈന്ദവ സഹോദരങ്ങളുടെ പേര്
ഒരു ജ്ഞാനസ്ഥാനത്തിന് ഇടണത് ഞാനൊരു കൊച്ചച്ഛനായിരുന്നു അന്ന്. അപ്പം ഞാനിത് കേട്ടപ്പോൾ ഞാനിത് ജ്ഞാനസ്ഥാനപ്പെടുത്തിയെങ്കിലും ഈ പേര് കേട്ടപ്പോൾ ഞാൻ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയായിരുന്നു. ആ പേരിനെ ഞാൻ നിശ്ചയിച്ച് സംസാരിക്കുകയല്ല. ഒരു ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സാധാരണ ഇടുന്ന ട്രഡീഷണൽ പേരല്ല അത്. അപ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഇതുപോലെ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയിരുന്ന കാലത്താണ് ഈ കുട്ടി ജനിക്കണത്. അപ്പോൾ ദൈവത്തിന് വിരുദ്ധമായ, അതായത് ബൈബിളിലുള്ള പേരിന് വിരുദ്ധമായൊരു പേര് തൻ്റെ കുഞ്ഞിനിട്ടുകൊണ്ട് ദൈവത്തോടൊരു ഫൈറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഫൈറ്റ് ചെയ്യണ യാക്കോബന്മാർ ഒത്തിരി ഉണ്ട് സഭയിൽ. അവർക്കറിയത്തില്ല. അവർ ദൈവത്തിനോടും പള്ളിയോടും, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ശവം കത്തിച്ചെന്ന് പറഞ്ഞു. പള്ളിയിൽ പ്രാർത്ഥിച്ചടക്കുന്നതിന് പകരം അത് ശവം കത്തിച്ചെന്ന് പറഞ്ഞു. കോവിഡ് വരുമ്പോൾ നമ്മൾ കത്തിക്കും, അത് സ്വാഭാവികമായ കാര്യമാണ്. ഇത് അസ്വാഭാവികമായ കത്തിക്കലാണ്. അതിനും ആരോപണം ദേവാലയ അധികൃതരുടെ പേര് കെട്ടിവെച്ചിട്ടാണ് അവർ ബോഡി കത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൽപ്പിടുത്തത്തിനുള്ള മനുഷ്യൻ്റെ ടെൻഡൻസി എക്കാലങ്ങളിലും ഉണ്ടാകും, എളി ഉളുക്കണവരെ. പക്ഷെ ചില ആൾക്കാരുടെ കുഴപ്പം, എളി ഉളുക്കിയാലും ദൈവത്തെ അറിയാൻ പറ്റാണ്ട് വരും. അതാണ് പ്രശ്നം. ഈ മൽപ്പിടുത്തത്തിൽ പലരുടെ ഉളുക്കുന്നുണ്ടെങ്കിലും ചിലർ യാക്കോബിനെ പോലെ തിരിച്ചറിയും, ഞാൻ ദൈവത്തോടാണ് മൽപ്പിടുത്തം നടത്തിയത്. ഈ സാറ് തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് തിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു, സാറ് ഒരു മൽപ്പിടുത്തത്തിലാണ്. അങ്ങനെ പറഞ്ഞില്ല, അതാണ് ഉദ്ദേശിച്ചത്. എന്താണ്? അപ്പൻ നിങ്ങൾക്ക് തന്ന ഓഹരി കുറഞ്ഞു പോയെന്ന് നിങ്ങൾ കരുതുന്നു. അതുകൊണ്ട് അപ്പനോടും അമ്മയോടും നിങ്ങൾ ഇപ്പോഴധികം സംസർഗമില്ല. അത് മൽപ്പിടുത്തമാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് മൽപ്പിടുത്തം എന്ന് പറയണത്. അതായത് അപ്പനെയും അമ്മനെയും സ്നേഹിക്കണത് അവരിൽ നിന്ന് കിട്ടുന്ന ഓഹരിയുടെ കൂടിക്കുറച്ചിലില്ല എണ്ണി നോക്കിയിട്ടാണ് മാതാപിതാക്കന്മാരെ സ്നേഹിക്കണത്. നിങ്ങൾക്കറിയാമല്ലോ, മാതാപിതാക്കന്മാരെ സ്നേഹിക്കണത് അവരുടെ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുവോ, കുറച്ച് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന അടിസ്ഥാനത്തിലല്ല. എന്തിനാണ് മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണത്? അതിന് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളുടെ പൊരുളെന്താണ്? അത് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ്? ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ യാക്കോബ സഹോദരി ഇവിടെ കൗൺസിലിങ്ങിന് വന്ന് ഇന്നലെ. അയ്യോ, എന്നാ ഒരു സ്ത്രീ വെച്ചാൽ ഭയങ്കര ചൈതന്യത്തിലുള്ള ഒരാളാണ്, പ്രാർത്ഥനയിൽ ചൈതന്യത്തിലുള്ളതാണ്. അതായത് അവരെന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ ഞാൻ അനുജൻ്റെ ഭാര്യയാണ്, അനുജൻ്റെ ഭാര്യയായ എനിക്ക് ആണ് അപ്പനെയും അമ്മനെയും നോക്കാനുള്ള അനുഗ്രഹം കിട്ടിയത്. പക്ഷേ അപ്പൻ്റെ അമ്മയുടെ ഓഹരി ചേട്ടൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ഈശോയോട് ഒന്നേ പറഞ്ഞോളൂ, അച്ഛാ അപ്പനും അമ്മയും രാജകീയമായി ജീവിച്ചവരാണ്. അവരെപ്പോലെ അവരുടെ ഓഹരി ഇല്ലെങ്കിലും അവർ ജീവിച്ച പോലെ അവരെ മരണം വരെ ശുശ്രൂഷിച്ചുകൊണ്ട് പോകാനുള്ള കൃപ എനിക്ക് തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഒരു ദൈവപൈതലിൻ്റെ പ്രാർത്ഥന കണ്ടില്ലേ? എന്താ പറഞ്ഞത്? അപ്പൻ്റെ അമ്മയുടെ ഓഹരി ചേട്ടൻ്റെ കയ്യിലാണ്. ഏക്കർ കണക്കിനുണ്ട്, 18 ഏക്കർ വരെ ഉണ്ട്. പക്ഷേ ചേട്ടായി കൊടുത്തിട്ടില്ല, എനിക്ക് കൊടുത്തിട്ടില്ല. അപ്പൻ്റെ അമ്മനെയും കൊടുത്തു, അപ്പൻ്റെ അമ്മനെ ഓഹരി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ യാക്കോബ ചേച്ചി ഇന്നലെ പറഞ്ഞത് എന്താ പറഞ്ഞത്? പക്ഷേ അപ്പൻ്റെ അമ്മനെ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഈശോനോട് പറഞ്ഞ ഇതാണ്, അപ്പൻ രാജകീയമായി ജീവിച്ച ആളാണ്, ഞങ്ങൾക്കത്രയും സ്വത്തും അങ്ങനെയുള്ള വരുമാനം ഇല്ല, എങ്കിലും അപ്പൻ മരണം വരെ അവരെ അലലില്ലാതെ അവരുടെ രീതി ശുശ്രൂഷിക്കാനുള്ള കൃപ തരണമെന്നാണ്. ഇതാണ് പ്രശ്നം. ഇത് അനുഗ്രഹമല്ല, കൃപയെന്ന് പറയും. ഇത് അവർക്കതുപോലെ കൊടുക്കുകയും ചെയ്ത് വേറെ ഒരു റബ്ബർ കട തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് ഈ റബ്ബർ കടയെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് അനുഗ്രഹിക്കും. ഈ റബ്ബർ കട എത്രയോ പേര് ചെയ്തിരിക്കണം മൂവാറ്റുപുഴയിൽ. പക്ഷേ ഇവർ ഈ ചേട്ടായി അറിയാൻ മേലാത്തൊരു ബിസിനസ്സാണ് റബ്ബർ കട. ഈ റബ്ബർ കട തുടങ്ങിയ ഉടനെ എവിടുന്നെല്ലാമോ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയും അദ്ദേഹത്തിന് അത് കിട്ടുകയും ചെയ്തിട്ട് ഭയങ്കരമായ രീതിയിൽ ബിസിനസ് ഫ്ലറിഷ് ചെയ്ത്. ഇതിന് കൃപയെന്നാണ് പറയണത്. അതവിടെ ചോദിച്ചത് കറക്റ്റാണ്. എന്താണ്? അപ്പൻ്റെ അമ്മയുടെ ഓഹരി കിട്ടിയില്ലെങ്കിലും അപ്പനെ അമ്മനെയും ജീവിച്ച പോലെ കൊണ്ട് പരിപാലിച്ചുകൊണ്ട് പോകാൻ എനിക്ക് കൃപ തരണമേ എന്നാണ് പറഞ്ഞത്. അതിനാണ് കർത്താവ്. ഈ അനുഗ്രഹമുണ്ട്, കൃപയുമുണ്ട്. ഇത് വന്ന വഴികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ചേട്ടൻ, ഈ പ്രൊഫസറിൻ്റെ പ്രശ്നം എന്താ? പ്രൊഫസറിൻ്റെ പ്രശ്നം അനുജനോട് മിണ്ടണില്ല.
എന്താ അനുജനോട് മിണ്ടാത്തത്? അപ്പൻ ഓഹരി ചെയ്തപ്പോൾ അനുജന് കൂടിപ്പോയി. എന്താ കൂടിപ്പോകാൻ കാരണം? അപ്പനോട് ചോദിച്ചാൽ അപ്പന് ന്യായമുണ്ട്. ഞാൻ ചോദിച്ചതാണ് അപ്പനോട് ആ കാര്യം. അദ്ദേഹം എല്ലാം മരിച്ചുപോയി. അപ്പോൾ എൻ്റെ 93-ലാണ് 95-6-ലാണ് ഈ സംഭവം. അപ്പം ഞാൻ ഈ വിഷയം അപ്പനോട് ചോദിച്ചു. കാര്യം അപ്പൻ പ്രായമായ ആളാണെങ്കിലും പള്ളി ഒരിക്കലും കുർബാന മുടക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെറിയ പരിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചിരി മാത്രമേ അപ്പൻ ചിരിച്ചുള്ളൂ. പ്രായമാണ്, 10-80 വയസ്സുണ്ടായിരുന്നു. എന്താ കാര്യം വെച്ചാൽ ഈ അനുജന് എപ്പിലെപ്സി എന്തോ അസുഖമുണ്ട്, ചെറിയ അസുഖമുണ്ട്. എപ്പിലെപ്സി ആണെന്നും അറിയാൻ പാടില്ല, ചെറിയ അസുഖമുണ്ട്. അതുകൊണ്ട് പണിക്കൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. ഈ ചേട്ടനെന്ന് പറഞ്ഞ ആളിന് അങ്ങേരെ പ്രൊഫസറാണ്, ഭാര്യയും പ്രൊഫസറാണ്. അപ്പം അന്ന് തന്നെ 50,000 രൂപയോളം വരും. ഇപ്പോൾ അറിയാമല്ലോ, ലക്ഷങ്ങളാണ്. അതുകൊണ്ടാണ് അനുജന് കൂടുതൽ കൊടുത്തത്. അപ്പം കറക്റ്റാണ് ചെയ്തിരിക്കണത്. പക്ഷേ അതുപോലും ഈ ശമ്പളം ഇത്രയുമുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും ശമ്പളം ഉണ്ടായിട്ട് പോലും അനുജന് കൂടുതൽ കൊടുത്തത് ഇങ്ങേർക്ക് കുറഞ്ഞു പോയതും അക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങേർക്ക് പറ്റാത്തത് കൊണ്ട് അപ്പനോടും മിണ്ടണില്ല, അനുജനോടും മിണ്ടണില്ല. ഇതാണ് മൽപ്പിടുത്തം എന്ന് പറയണത്. വെറുതെ മൽപ്പിടുത്തം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മൽപ്പിടിക്കുന്നവരെപ്പോഴായാലും എളി ഉളുക്കും, ഒരു സംശയമില്ല. സ്വന്തം കാര്യം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സ്വന്തം വിദ്യാഭ്യാസത്തിൽ, സ്വന്തം വിശ്വാസത്തിൽ, സ്വന്തം ആരോഗ്യത്തിൽ ഈ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, എന്താ എളി ഉളുക്കിയിരിക്കുകയാണ്. പക്ഷേ എളി ഉളുക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇത് വർക്കൗട്ട് ചെയ്യണം. 32-30 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? യാക്കോബിനെ പോലെ അത് ദൈവമാണെന്ന് തിരിച്ചറിയണം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉൽപ്പത്തിയുടെ പുസ്തകം 32-30 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തെ മുഖാമുഖം കണ്ട് കർത്താവേ, പെരുവേല അനുഭവത്തിൽ വളരാൻ കർത്താവേ ശുശ്രൂഷയിലായിരിക്കുന്നവരെ ആശീർവദിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, യാക്കോബിന് ലഭിച്ച ഒരു പെരുവേല അനുഭവം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് നൽകണമേ. അങ്ങേ മുഖാമുഖം കാണാൻ, ജീവിത ദുരിതങ്ങൾ നിവേദിക്കാൻ, അനുഗ്രഹം സ്വന്തമാക്കാൻ, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയാൻ ഉടമ്പടിയുടെ അഭിഷേകം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.